ഇതേ ജോസഫ് ചെയ്യണുണ്ടോ? ഇത് പണ്ട് ബോട്ട് വലിച്ചു കയറ്റിക്കൊണ്ടിരുന്ന സാധനമാണ്. നമ്മുടെ ക്രിസ്ത്യാനിന്റെ എന്റെ അമ്മോ ചങ്കനറിയുന്നു. എന്റെ ദൈവമേ, ഇതിനെ വെട്ടി കറിയാക്കി കഴിഞ്ഞാൽ എന്തോരുണ്ടാവും. ഇതിന്റെ കാലും ഒരു ടാഗ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കേട്ടോ. ഇത് കണ്ടോ, നമ്പറൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഉള്ള അമ്മേ അങ്ങോട്ട് വന്നതല്ല അല്ലേ, കാലുമ ടാഗൊക്കെയാണ്. ലൈക്ക് ഇവിടെയുള്ള എല്ലാത്തിനും ഇങ്ങനെ ടാഗ് ചെയ്ത് വെക്കും ഗവൺമെന്റിൽ നിന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ച് കണ്ടു. ആക്ച്വലി ഞാൻ വൻ ഹൈപ്പ് ആണെന്ന് കൊളന്നിട്ട് ഈ സാധനമാണോ കാണിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. ഈവൻ ചിന്മയ പറയായിരുന്നു അവളുടെ സ്കൂളിൽ പ്ലേ ഗ്രൗണ്ടിൽ ഇതിലും കൂടുതൽ സാൻഡ് ഉണ്ടായിരുന്നു. സത്യമാണ്, ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. ക്രിസ്ത്യാനിസിന്റെ ബെസ്റ്റ് ബീച്ചാണെന്ന് നമ്മൾ പറയില്ല, ഇതിലും നല്ല ബീച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റവാങ്കറിലൊക്കെ ആട്ടോ ഇതിലും അടിപൊളി നല്ല സാൻഡി ബീച്ചുകളാണെങ്കിൽ നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് സാൻഡി ബീച്ചസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ. ലൈക്ക് എല്ലാവരും ചാടി ഓടിപ്പോവും. ബിക്കോസ് ഇവിടുത്തെ ബീച്ചസിലൊക്കെ കൂടുതൽ കല്ലൊക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ബീച്ച് കാണാനാണ് നമ്മൾ ക്രിസ്ത്യാനിസൻ സൗത്ത് സൈഡിലേക്കൊക്കെ വരണം കേട്ടോ. പോവല്ലേട്ടോ. കുഞ്ഞു കുഞ്ഞു ഫിഷുകളുണ്ട് കേട്ടോ ഇവിടെ. ഈ ബ്ലാക്ക് ഒക്കെ ഫിഷുകളാ. എന്നിട്ട് കാണിക്കണോ തുമ്പി? കിട്ടിയോ? ട്രൈ ചെയ്, കയ്യിൽ കിട്ടുമോ നോക്ക്. ഒരു ഫിഷിനെങ്കിലും എടുക്ക്. ഒരു ഫിഷിന് 10 kroner. അതാണ് ജോസഫിന് ഞാൻ ഇട്ടിരിക്കുന്ന വില. ഇനി എന്താ ചെയ്യാന്നൊരു പിടിയും കിട്ടണ്ടടാ. കിട്ടി.